നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. അമേരിക്കയുടെ പുതിയ വിസ നയത്തിൽ വലഞ്ഞ് ഇന്ത്യക്കാരും. ഇത് ട്രംപിന്റെ മുട്ടൻ പണിയോ? അമേരിക്കയിലെ പുതിയ വിസ നയം എന്ത്? നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കയിലെ ഏതൊരു കുടിയേറ്റക്കാരനും നിയമപരമായി അവിടെ ജോലി അല്ലെങ്കിൽ പഠന വിസയുള്ളവർ പോലും ഇപ്പോൾ 24 മണിക്കൂറും അവരുടെ നിയമപരമായ സ്റ്റാറ്റസ് തെളിയിക്കുന്ന തെളിവ് കൈവശം വെക്കേണ്ടതുണ്ട്. അതായത് എവിടെ പോയാലും ഈ വിസ കയ്യിൽ വെക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. US-ലെ നിയമവിരുദ്ധ കുടിയേറ്റക്കാർ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്നും രേഖകൾ കൈവശം വെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു വിവാദ നിയമം നടപ്പിലാക്കാൻ US കോടതി അനുവദിച്ചതിനെ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇത് പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ ഭാഗമായ അമേരിക്കൻ ജനതയെ അധിനിവേശത്തിനെതിരെ സംരക്ഷിക്കൽ എന്ന നയം ഏപ്രിൽ 11 മുതൽ പ്രാബല്യത്തിൽ വന്നു. അനധികൃത കുടിയേറ്റം തടയുന്നതിനായി നിയമവിരുദ്ധമായി താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുന്നതിനുള്ള US പ്രസിഡന്റിന്റെ വേഗതയിലുള്ള നീക്കങ്ങളുടെ ഒരു പരമ്പരയിലെ ഏറ്റവും പുതിയ നീക്കമാണ് ഈ പറയുന്നത്. നിയമങ്ങൾ അനുസരിച്ച് സാധുവായ വിസകൾ US-ൽ പ്രവേശിച്ചവർ ഗ്രീൻ കാർഡുകൾ, തൊഴിൽ അംഗീകാര രേഖകൾ അല്ലെങ്കിൽ അതിർത്തി കടക്കൽ കാർഡ് കൈവശം വെച്ചവരോ പോലുള്ള ഇതിനകം രജിസ്റ്റർ ചെയ്ത വിദേശ പൗരന്മാരെ പുതിയ ആവശ്യകത ബാധിക്കില്ല. അവര് രക്ഷപ്പെട്ടു. എന്നിരുന്നാലും ഇന്ത്യൻ തൊഴിലാളികൾ ഉൾപ്പെടെ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ H-1B വിസ ഉടമകൾ പുതിയ ഉത്തരവ് പാലിക്കുകയും എല്ലായ്പ്പോഴും അവരുടെ രേഖകൾ കൈവശം വെക്കുകയും വേണം. അപ്പോൾ ഇന്ത്യക്കാരെ പെട്ടുവെന്ന് സാരം. ഡോക്യുമെന്റേഷൻ നിയമം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നാടുകടത്തൽ സാധ്യത നേരിടുന്നതിനാൽ നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ ഈ തീരുമാനം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ആക്കുമെന്ന് നിയമവിദഗ്ധർ വാദിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കുഴപ്പത്തിലാണ് അമേരിക്കയിലെ പുതിയ വിസ നിയമം. DHS അനുസരിച്ച് ഏപ്രിൽ മാസം വരെ 30 ദിവസത്തിൽ കൂടുതൽ US-ൽ ഉണ്ടായിരുന്നവരും രജിസ്ട്രേഷന്റെ തെളിവ് ഇല്ലാത്തവരുമായ വ്യക്തികൾ നിർദ്ദിഷ്ടമായ സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. മറക്കരുത് രജിസ്റ്റർ ചെയ്യാൻ, ഇല്ലെങ്കിൽ പണി വരും. 2025 ഏപ്രിൽ 11-നോ അതിനുശേഷമോ എത്തുന്ന വ്യക്തികൾക്ക് മുൻകൂർ രജിസ്ട്രേഷൻ രേഖകൾ ഇല്ലെങ്കിൽ US-ൽ പ്രവേശിച്ച് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. US-ൽ 14 വയസ്സ് തികയുന്ന കുട്ടികൾ മുൻ രജിസ്ട്രേഷൻ പരിഗണിക്കാതെ 14-ാം ജന്മദിനത്തിന്റെ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ അപ്ഡേറ്റ് ചെയ്യുകയും വിരലടയാളം സമർപ്പിക്കുകയും വേണം. 14 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവരുടെ കാര്യത്തിൽ അവർ 30 ദിവസമോ അതിൽ കൂടുതലോ US-ൽ തുടരുകയാണെങ്കിൽ അവരുടെ കുട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അവരുടെ മാതാപിതാക്കളുടെയോ നിയമപരമായ രക്ഷിതാക്കളുടെയോ ഉത്തരവാദിത്തമാണ്. അപ്പോൾ US-ലുള്ള ഇന്ത്യക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പുതിയ വിസ നിയമം നിങ്ങൾക്ക് പണി തരുമെന്നത് ഉറപ്പാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.